ലിജോ വർഗീസ് ഉണ്ട് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായൊരു ദിവസമാണ്. അതാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് പ്രസ് സ്റ്റോപ്പിലേക്ക് പോകാം. മലയാള മനോരമയിലെ ഇന്ന് ഒന്നാമത്തെ വാർത്ത വെറുപ്പിന് വിലക്ക് എന്നുള്ളതാണ്. കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ് കോടതി. അപ്പീലുമായി നിർമ്മാതാക്കൾ. ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കേരളം സമുദായ ഭിന്നതയുടെ ഇടമായി കരുതപ്പെടാൻ സിനിമ ഇടയാക്കുമെന്ന് കോടതി പറഞ്ഞു. സെൻസർ ബോർഡിനും വിമർശനമുണ്ട്. സിനിമയുടെ റിലീസിൽ സാധാരണ കോടതികൾ 11-ാം മണിക്കൂറിൽ ഇടപെടാറില്ലെങ്കിലും സെൻസർ ബോർഡ് മനസ്സിരുത്താതെയാണ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് പ്രഥമ ദൃഷ്ട്യാ വസ്തുതകൾ സൂചിപ്പിക്കുന്നുവെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മനോരമ ഒന്നാം പേജിൽ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാധ്യമം അതിന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: സമുദായ സൗഹാർദ്ദത്തെ തകർക്കും എന്നാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇന്ന് മാധ്യമം ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കേരള സ്റ്റോറി 2 15 ദിവസത്തേക്ക് തടഞ്ഞു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ മറ്റ് കാര്യങ്ങളെല്ലാം ചേർന്നാണ്. പക്ഷേ ഹെഡ്ലൈൻ സമുദായ സൗഹാർദ്ദത്തെ തകർക്കും അല്ലെങ്കിൽ സമുദായ സൗഹാർദ്ദത്തെ ബാധിക്കും എന്നാണ് മാധ്യമം ഒന്നാം പേജിൽ ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കോടതിയിലെ വാർത്തയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഇന്നലെയുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് മാതൃഭൂമി ലീഡ് ചെയ്തിരിക്കുന്നത്. പാഠം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ജുഡീഷ്യറിയിലെ അഴിമതി മാപ്പ് പറഞ്ഞ് NCERT. പാഠപുസ്തകം നിരോധിച്ച സുപ്രീം കോടതി. NCERT ഡയറക്ടർക്കും കേന്ദ്ര സെക്രട്ടറിക്കും കോടതി അലക്ഷ്യ നോട്ടീസ്. പുസ്തകങ്ങൾ കണ്ടുകെട്ടണം. മാധ്യമങ്ങൾക്ക് നന്ദി. വിവാദ പാഠപുസ്തകത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളോട് നന്ദിയുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അവർ വെടിയുതിർത്തതിൽ ജുഡീഷ്യറിക്ക് രക്തം ചീന്തി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. NCERT വെടിയുതിർത്തപ്പോൾ ജുഡീഷ്യറിക്ക് രക്തം ചീന്തി എന്നാണ് സുപ്രീം കോടതി ഇന്നലെ ആ വാർത്തയെ പറഞ്ഞത്. സിറാജ് ആ വാർത്തയെ അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: NCERT പുസ്തകത്തിലെ ജുഡീഷ്യറി വിമർശം തലകൾ ഉരുളും എന്നുള്ളതാണ്. നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി. പുസ്തകം നിരോധിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കാൻ കഴിയില്ല, അതിൽ കൂടുതൽ നടപടി വേണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ആ കാര്യമാണ് തലകൾ ഉരുളും എന്ന ഹെഡ്ലൈനിലൂടെ സിറാജ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ദീപിക ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിതാണ്: കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 2-ാം വാരം നടന്നേക്കും എന്നുള്ളതാണ് വാർത്ത. അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി 5 സംസ്ഥാനങ്ങളിലാണ് ഈ ഏപ്രിൽ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഈസ്റ്റർ കഴിഞ്ഞ് ഏപ്രിൽ 6-നും വിഷുദിനമായ ഏപ്രിൽ 15-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അവിടെ ആ തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നതെന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈസ്റ്റർ കഴിഞ്ഞ് വിഷുവിന് മുൻപായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദീപിക ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനി ഇന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് കോൺഗ്രസിനെ ഉലച്ച് കോഴ വിവാദം എന്നുള്ള വാർത്തയാണ്. ഉന്നതർ സീറ്റ് വാഗ്ദാനം നൽകി 7 കോടി വാങ്ങിച്ചു 7 കോടി വാങ്ങി വഞ്ചിച്ചു എന്നുള്ളതാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നേതാക്കൾ 7 കോടി രൂപ വാങ്ങിയെന്ന് പരാതി. ഹരിയാന മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് നേതാക്കൾക്കെതിരെ രേഖകൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് പരാതി നൽകിയത് എന്നുള്ളതാണ്. ഹരിയാനയിലെ സ്ഥാനാർത്ഥി നിർണയം KC വേണുഗോപാലിനെതിരെ മുൻപും ആരോപണം. KC വേണുഗോപാൽ വനിതാ സുഹൃത്തുക്കൾക്ക് സീറ്റ് നൽകിയെന്നും ഹരിയാന കോൺഗ്രസിനെ അത്തരത്തിൽ വിഷയാസക്തിയുള്ള താവളമാക്കി മാറ്റിയെന്നും ആരോപിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അശോക് വാങ്കഡയാണ് എന്നുള്ള വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ 1-ാം പേജിൽ ഇന്ന് ഈ വാർത്ത ഉള്ളത്. കേരള കൗമുദിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് 1-ാമത്തെ വാർത്ത. അത് വൻ കൊള്ളയിൽ ഇടപെട്ട് ഹൈക്കോടതി. പടിപൂജ രേഖകൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ള, കാണിക്കപ്പണം കക്കൽ, ആടിയ ശേഷം നെയ്യിൽ വെട്ടിപ്പ്, ഇവയ്ക്ക് പിന്നാലെ ശബരിമല പടിപൂജ ബുക്കിംഗ് ക്രമക്കേടിലും കർശന ഇടപെടലുമായി
ഹൈക്കോടതി. ബുക്കിംഗിന്റെ ഫയലുകൾ പിടിച്ചെടുത്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടു എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനയുഗം പത്രം, അവരുടെ ജനയുഗം സ്വാഭാവികമായി CPI മുഖപത്രം കൂടിയാണ്. ആ പത്രത്തിൽ റവന്യൂ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ഭൂമിയുടെ അവകാശികളായി 4.5 ലക്ഷം കുടുംബങ്ങൾ. അഭിമാന നേട്ടം. 47,731 പട്ടയങ്ങൾ ഇന്നലെ വിതരണം ചെയ്തു. അതോടുകൂടി 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് ജനയുഗം ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയും നൽകിയിരിക്കുന്നത്. ജന്മഭൂമി പത്രത്തിലെ ഇന്നത്തെ ഒന്നാമത്തെ വാർത്ത, ഭാരതം ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ. UPI ഇസ്രായേലിലും ഉണ്ടാകും എന്നുള്ളതടക്കമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനത്തിനിടയിലാണ് കൂടുതൽ വ്യാപാര കരാറുകളും കൂടുതൽ സഹകരണവും ഇസ്രായേലുമായി ഉണ്ടാകുന്നത് എന്നുള്ള വാർത്ത ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നതും അതാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതം പത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ മന്ത്രിക്ക് എങ്ങനെ പരിക്കേറ്റു എന്നൊരു വാർത്ത കൂടിയുണ്ട്. CPM വാദം പൊളിഞ്ഞു, കറുത്ത വസ്ത്രം ഗവൺമെൻറ്റേത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രി വീണ ജോർജിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട വാർത്തയിൽ സുപ്രഭാതം ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ദേശാഭിമാനി നേരെ തിരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വീണ ജോർജ് ICUയിൽ തുടരുന്നു, ആക്രമണം ആസൂത്രിതം, ലക്ഷ്യം വികസനം ചർച്ചയാകുന്നത് തടയൽ, വ്യാജ പ്രചാരണത്തിന് AI ചിത്രവും, സംസ്ഥാനത്താകെ പ്രതിഷേധം എന്നാണ് ദേശാഭിമാനി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടല്ല 3 എഡിറ്റോറിയലുകൾ ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് മലയാള മനോരമ പത്രത്തിലെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്. അത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അമൃത് ഒഴുകിയിൽ അനാസ്ഥകൾ തകർത്താടി എന്നുള്ളതാണ്. ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് CAG റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതി ആരംഭിച്ചിട്ട് 10 വർഷത്തിലേറെയായി. എന്നിട്ടും ജലവിതരണ മലിനജല സംസ്കരണ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് കേരള ജല അതോറിറ്റി പരാജയപ്പെട്ടെന്നാണ് CAG റിപ്പോർട്ട്. ഇതടക്കം വിവിധ മേഖലകളിൽ പിടിപ്പുകേടും അശ്രദ്ധയും കാരണം കനത്ത നഷ്ടം സംഭവിച്ചു എന്ന് ആണ് പറയുന്നത്. മലിനജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് നിയന്ത്രിക്കുന്നതിൽ ജല വിഭവ വകുപ്പ് അല്ലെങ്കിൽ ജല അതോറിറ്റി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മധ്യപ്രദേശിലടക്കം വലിയ തോതിൽ മലിനജലവുമായി ബന്ധപ്പെട്ട വാർത്ത നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത കേരളത്തിൽ നിന്ന് CAGയുടേതായി പുറത്തു വരുന്ന റിപ്പോർട്ടിൻ്റെ പുറത്ത് ഉള്ള ഒരു വാർത്തയായി വരുന്നത്. മാതൃഭൂമി ഇന്ന് നമ്മൾ നേരത്തെ വായിച്ച വാർത്ത തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. ശുഭിതം നീതിപീഠം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ NCERTയുടെ നടപടിക്ക് പിന്നിലുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നീതിപീഠത്തിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശം ഉള്ള അധ്യായമടങ്ങിയ പാഠപുസ്തകം നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അതിൽ പറയുന്നത്. നീതിപീഠത്തെ അപമാനിക്കാൻ കരുതി കൂട്ടി ആലോചിച്ചുള്ള നീക്കമാണിതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ബുധനാഴ്ച ശുഭിതനായി പറഞ്ഞത്. ഇത് താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ നീതിപീഠത്തിൻ്റെ പങ്ക് എന്ന അധ്യായത്തിലാണ് നീതിപീഠത്തിൽ അഴിമതി എന്ന ഭാഗമുള്ളത്. അതായത് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അഴിമതിക്കാരാണെന്ന് ബോധപൂർവം വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ ഇതുവഴി സുപ്രീം കോടതി ഉന്നയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ഇന്നലെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുണ്ടായ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു എഡിറ്റോറിയലാണ്. വിദ്വേഷ ശക്തികൾക്കെതിരെ ജാഗ്രത തുടരാനാകണം എന്നുള്ളതാണ് എഡിറ്റോറിയൽ. വർഗീയ വിഭജനം ഉണ്ടാക്കുകയും കേരളത്തെ അവമതിക്കുകയെന്ന ലക്ഷ്യത്തോടെയും തയ്യാറാക്കിയ കേരള സ്റ്റോറി 2 നടത്താൻ ഉദ്ദേശിച്ച റിലീസ് 15 ദിവസത്തേക്ക് കോടതി തടഞ്ഞിരിക്കുന്നു. സിനിമ ഒരു കലയാണ്, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടരുതെന്ന അഭിപ്രായമാണ് കോടതിക്കുള്ളതെങ്കിലും ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചതെന്ന അവകാശവാദത്തിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിൻ്റെ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കേരള സ്റ്റോറികൾ ആദ്യത്തേതല്ല, അവസാനവുമല്ല. കേരളത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന വർഗീയ പ്രചാരണങ്ങൾ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളായി നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം, മതനിരപേക്ഷത, പാരമ്പര്യം, സാംസ്കാരിക വൈവിധ്യം എന്നിവയാണ് ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കുന്ന ശക്തികൾ. അതിനാൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശക്തികളെ ഇവിടെ വാഴാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ നമുക്കിന്ന് പല പത്രങ്ങളിലായി കാണാം, വ്യത്യസ്തമായ എഡിറ്റോറിയൽ കാണാം. അതിന് കാരണം ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ ഇന്നലെ ഉണ്ടായ വാർത്തകളാണ്. ഏതായാലും നമുക്കും ഇന്ന് ഒരുപാട് വാർത്തകൾ ഇനിയുണ്ട്. തിരിച്ച് സേതുലക്ഷ്മിയിലേക്ക്. ഓക്കെ.